നിങ്ങൾക്കറിയാമോ, യോന എന്തുകൊണ്ടാണ് ദൈവകൽപ്പനയെപ്പോലും മറുത്ത് നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീശിലേക്ക് ഓടിപ്പോകുവാൻ ശ്രമിച്ചതെന്ന്? യോനയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഇസ്രായേൽ രാജാക്കന്മാരെല്ലാവരും തന്നെ യഹോവയെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളയുവാൻ തുടങ്ങി. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് അശൂരിനെ ആയിരുന്നു. അശൂർ രാജാക്കന്മാരായ ഹസായേലും മകനായ ബെൻഹദദും അവരെ സ്ഥിരമായി ഞെരുക്കി. യോന ജീവിച്ചിരുന്ന ആ കാലത്തിലാണ് അശൂർ രാജാവായ ഹസായേൽ യോർദാൻ അക്കരെയുള്ള ഇസ്രായേലിന്റെ 2.5 ഗോത്രങ്ങളെ പൂർണ്ണമായും പിടിച്ചടക്കിയത്. ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അശൂരിന്റെ തലസ്ഥാനമായ നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുവാൻ യഹോവ യോനയോട് ആവശ്യപ്പെട്ടപ്പോൾ യോന അതനുസരിക്കുവാൻ വിസമ്മതിച്ചത്. കാരണം തൻ്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടാൽ ദൈവം ക്ഷമിക്കുമെന്ന് യോനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിനവയുടെ മാനസാന്തരമായിരുന്നില്ല യോനയുടെ ആഗ്രഹം. പകരം നിനവയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു.